പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കേവർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷാനൻ നദിയിലെ നൗകകൾ എന്ന വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാനായി പോകുന്നത്. നാം റിവർ വ്യൂ പാർക്കിൽ നിന്ന് റിവർ വ്യൂ പാലത്തിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ്. റിവർ വ്യൂ പാലത്തിൽ നിന്നുള്ള ഷാനൻ നദിയുടെ മനോഹരമായ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഷാനൻ നദിയിലെ നൗകകളുടെ ദൃശ്യങ്ങളും മറ്റ് ജലയാനങ്ങളുടെ ദൃശ്യങ്ങളും നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ്. അയർലൻഡിലെ ഏറ്റവും പ്രശസ്തവും നീളം കൂടിയതുമായ നദിയാണ് ഷാനൻ റിവർ എന്ന ഷാനൻ നദി. ഈ റിവർ വ്യൂ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സ്റ്റീൽ കൊണ്ടുള്ള കൈവരികൾ നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ അയർലൻഡിൽ വിൻ്റർ സീസണാണ്, അതിനാൽ പാലം വിജനമാണ്. സാധാരണയായി സമ്മർ സീസൺസിൽ ധാരാളം സഞ്ചാരികൾ വിരുന്നെത്തുന്ന ഒരു അയർലൻഡിലെ പ്രശസ്തമായ പിക്നിക് സ്പോട്ടാണ് കാരിക്കോൺ ഷാനലിലെ ഈ ഷാനൻ റിവർ. ദൂരെയായി നിങ്ങൾക്ക് ജലനൗകകൾ കാണാവുന്നതാണ്. നൗകകൾ ഇപ്പോൾ ഓട്ടം നിലച്ച്, വിൻ്റർ സീസൺ ആകിയാൽ ഓട്ടം നിലച്ച് നദീതീരത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഷാനൻ നദിയിലെ കാഴ്ചകൾ കാണാനായി എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയെ മുൻനിർത്തി ഈ റിവർ വ്യൂ പാലത്തിൽ സൈക്ലിംഗ് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ജലയാനങ്ങൾ കടന്നു പോകുന്നതിനാവശ്യമായ രീതിയിൽ ആഴം കൂടിയ നദീഭാഗമായതിനാൽ ഈ നദീമുഖത്ത് സ്വിമ്മിങ്ങിനും വിലക്കുണ്ട്. അതോടൊപ്പം തന്നെ മരപ്പലകകളാണ് ഈ നടപ്പാലത്തിൻ്റെ തറയിൽ പാകിയിരിക്കുന്നത്. ഇപ്പോൾ അയർലൻഡിൽ വിൻ്റർ സീസൺ ആകിയാൽ ഈ നടപ്പാലം ഏറെക്കുറെ വിജനമാണ്. സഞ്ചാരികൾക്ക് സുഗമമായ രീതിയിൽ ഇരുന്ന് നദീതീരത്തെ കാഴ്ചകൾ കാണുന്നതിനാവശ്യമായുള്ള നിരവധി ഇരിപ്പിടങ്ങൾ ഈ നടപ്പാലത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ദൂരെയായി ധാരാളം നമ്മൾക്ക് ജലയാനങ്ങൾ കാണാവുന്നതാണ്. നളദമയന്തി കഥയിലെ അരണ്യത്തെ ഓർമ്മിപ്പിക്കുമാറ് നിരവധി അരണ്യങ്ങളെയും ഞങ്ങൾ അന്നിവിടെ കണ്ടു. ഷാനൻ നദിയിലെ പ്രശസ്തമായതും സംരക്ഷിത വർഗത്തിൽപ്പെട്ടതുമായ അരണ്യങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനമായും വൈറ്റ് സ്വാൻസ് ആണ്, വൈറ്റ് നിറത്തിലെ അരണ്യങ്ങളാണ്. അയർലൻഡിലെ പല നദികളിലും നിങ്ങൾക്ക് ധാരാളമായ രീതിയിൽ അരണ്യങ്ങളെ കാണാവുന്നതാണ്. അയർലൻഡിൽ അരണ്യങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു നദിയെ സ്വാൻ ലേക്ക് എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രശസ്തമായ അയർലൻഡിലെ നിരവധി പുഴകളിലും നദികളിലും തടാകങ്ങളിൽ നമ്മൾക്ക് വൈറ്റ് സ്വാൻസിനെ അല്ലെങ്കിൽ വൈറ്റ് അരണ്യങ്ങളെ കാണാവുന്നതാണ്. അയർലൻഡിലെ പ്രശസ്തമായ ഈ ഷാനൻ നദി
കൗണ്ടി ക്യാവനിലെ ഷാനൻ പോട്ട് എന്ന തടാകത്തിൽ നിന്ന് ആരംഭിച്ച് ഉത്ഭവിച്ച് കൗണ്ടി ലിമറിക്കിൽ വെച്ച് അറ്റ്ലാന്റിക് സമുദ്രവുമായി കൂടിച്ചേരുന്നു. ഐറിഷ് പുരാണങ്ങളിൽ പോലും പറഞ്ഞിരിക്കുന്ന അതിപ്രശസ്തവും ലോകപ്രശസ്തവുമായ നദിയാണ് ഈ ഷാനൻ നദി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിവർ വ്യൂ ബ്രിഡ്ജിന് സമീപമായി നങ്കൂരമിട്ടിരിക്കുന്ന ഈ ജലപാത ആഴം കൂടി സംരക്ഷിക്കുന്നതിനാവശ്യമായ വാട്ടർ ഹിറ്റാച്ച് പോലെയുള്ള ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ കാണാവുന്നതാണ്. ഈ ഷാനൻ നദി കാണാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി നിരവധി ലൈഫ് ബോയികൾ ഈ നടപ്പാലത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആഴം കൂടിയ നദീമുഖമായതിനാൽ ഈ നദിയിലേക്ക് ഇറങ്ങുന്നതിന് വിലക്കുണ്ട്. സമ്മർ സീസൺസിൽ ധാരാളമായി സുരക്ഷാ ഉദ്യോഗസ്ഥരും സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ഈ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഈ പാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനോഹരമായ സ്ലൈഗോ റൂട്ടിലെ ക്യാരിക്കോൺ ഷാനൻ ബ്രിഡ്ജിൻ്റെ വിദൂര ദൃശ്യവും കാണാവുന്നതാണ്. ഈ നൗകകളുടെ പരിപാലനത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ചില സമയങ്ങളിൽ ഈ നൗകകൾക്ക് സമീപമായി പാലങ്ങളിൽ കാണാറുണ്ട്. ലോകപ്രശസ്തമായ നദിയാണ് ഷാനൻ നദി. ഇത് 360.5 കിലോമീറ്റർ അല്ലെങ്കിൽ 244 മൈലാണ് ഈ ഷാനൻ നദിയുടെ നീളം. അയർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ ഡബ്ലിൻ സ്ലൈഗോ റോഡ് ഈ ക്യാരിക്കോൺ ഷാനൻ പട്ടണത്തിൽ കൂടി കടന്നുപോകുന്നു. വാഹനങ്ങൾക്ക് പട്ടണപ്രദേശങ്ങളുടെ ഉൾഭാഗത്ത് സ്പീഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വളരെ സാവധാനത്തിലാണ് വാഹനങ്ങൾ ഈ പട്ടണപ്രദേശങ്ങളിലെ റോഡുകളിൽ കൂടി അയർലൻഡിൽ സഞ്ചരിക്കുന്നത്. മറ്റു ഭാഗങ്ങളിൽ മോട്ടോർവേ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ സ്പീഡിൽ പോകാവുന്നതാണ്. അയർലൻഡ് ഇപ്പോൾ ശൈത്യകാലത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച ചെറിയ രീതിയിൽ ഐസ് വീണിരുന്നു. ഇപ്പോൾ ഏകദേശം 3 ഡിഗ്രി 4 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ചില സമയങ്ങളിൽ താഴാറുണ്ട്. ഈ ശൈത്യകാലത്തിൻ്റെ കാഠിന്യം വിളിച്ചോതുന്ന രീതിയിൽ നദിയിലെ കുറ്റിച്ചെടികളും ചെടികളും പോലും ജലസസ്യങ്ങൾ പോലും ഇപ്പോൾ കരിഞ്ഞു നിൽക്കുകയാണ്. അത്രമാത്രം തണുപ്പാണ് ശൈത്യകാലങ്ങളിൽ അയർലൻഡിലും യൂറോപ്പിലെ നിരവധി സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നത്. ഷാനൻ നദിയുടെ നിരവധി കാഴ്ചകളും ഷാനൻ നദിയിലെ നൗകകളുടെ നിരവധി കാഴ്ചകളുമായി നമ്മൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഉടൻ തന്നെ കാണാവുന്നതാണ്. നിങ്ങൾക്കേവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.